മെയ് 16 പരിശുദ്ധ കർമ്മലനാഥിയുടെ തിരുനാൾ. ലോകമാസകലമുള്ള കർമ്മലീത്ത മക്കൾക്ക് ഇത് ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും സുദിനമാണ്. ഈ തിരുനാളിന്റെ മധുരം പങ്കുവയ്ക്കാനായി കർമ്മലിയുണ്ട എന്ന പേരിൽ ഒരു വിശിഷ്ട പലഹാരം ഉണ്ടാക്കി വരുന്നു. CMC ചങ്ങനാശ്ശേരി പ്രോവിൻസിന് ഈ വിശിഷ്ട പലഹാരത്തിന്റെ പിന്നിൽ ഓർത്തുവയ്ക്കുവാൻ ഒരു മധുര സ്മരണയുണ്ട്. കൂനമാവിൽ സ്ഥാപിതമായ CMC സന്യാസിനി സമൂഹം ചങ്ങനാശ്ശേരിയിലേക്ക് കടന്നുവന്ന ആദ്യ നാളുകളിൽ ഇന്ന് ചങ്ങനാശ്ശേരി വലിയ മഠം എന്നുകൂടി അറിയപ്പെടുന്ന ചങ്ങനാശ്ശേരി മഠത്തിലായിരുന്നു ആദ്യകാലങ്ങളിൽ സിസ്റ്റേഴ്സ് താമസിച്ചിരുന്നത്. ഈ കെട്ടിടത്തിൽ തന്നെയാണ് അഭിമന്യ ചാൾസ് ലെവീഞ്ഞ് പിതാവ് തന്റെ മെത്രാസന ഭവനമായി ഉപയോഗിച്ചിരുന്നതും. അക്കാലഘട്ടത്തിലെ ഒരു ജൂലൈ 16 കർമ്മലയമ്മയുടെ തിരുനാൾ ദിനം. ഈ തിരുനാൾ ദിനം എങ്ങനെ മനോഹരമാക്കാമെന്ന് CMC സിസ്റ്റേഴ്സും ഒപ്പം FCC സന്യാസിനി സമൂഹത്തിലെ ആദ്യ അമ്മമാരും അഭിമന്യ ലെവീഞ്ഞ് പിതാവും ഒന്നിച്ചിരുന്ന് ആലോചിച്ചു. അന്ന് ജനങ്ങൾക്കായി നൽകുന്നതിന് സിസ്റ്റേഴ്സ് തന്നെ ഉണ്ടാക്കിയ ഒരു വിശിഷ്ട പലഹാരം വേണമെന്ന് ലെവീഞ്ഞ് പിതാവ് അഭിപ്രായപ്പെട്ടു. അതേ തുടർന്ന് അന്ന് ലഭ്യമായിരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ചെറുപയർ ഉപയോഗിച്ച് ജനങ്ങൾക്ക് നൽകുവാൻ വേണ്ടി സിസ്റ്റേഴ്സ് തന്നെ ഉണ്ടാക്കിയ ഒരു വിശേഷ പലഹാരമാണ് കർമ്മലിയുണ്ട. അതിന് കർമ്മലിയുണ്ട എന്ന നാമം നൽകിയതും സിസ്റ്റേഴ്സ് തന്നെയായിരുന്നു. ലോകമെമ്പാടുമുള്ള കർമ്മല മക്കൾ തങ്ങളുടെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധ കർമ്മലനാഥിയുടെ തിരുനാളിന് തയ്യാറെടുക്കുന്ന ദിവസങ്ങളാണിത്. ആത്മീയമായ തയ്യാറെടുപ്പുകൾക്കൊപ്പം ചില ഭൗതിക തയ്യാറെടുപ്പുകൾ കൂടി ഇതിന് പിന്നിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കർമ്മലിയുണ്ട എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പലഹാരം. നമ്മുടെ ഈ പലഹാരം കർമ്മലിയുണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ശർക്കര നന്നായി പൊടിച്ച് പാനിയാക്കി വെക്കുന്നു. അതിനുശേഷം ചെറുപയർ നന്നായി കഴുകി ചട്ടിയിലിട്ട് അതിന്റെ പച്ച നിറം ഒന്ന് മാറുന്ന പരുവത്തിൽ റെഡിയാക്കി വെക്കുന്നു. ഈ പച്ച നിറം മാറിയ ചെറുപയർ വെള്ളത്തിലിട്ട് നന്നായി പുഴുങ്ങി അതിന്റെ വാ പൊട്ടുന്ന പരുവമാകുമ്പോൾ അതിന്റെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കുന്നു. ഒരു വലിയ ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുന്നു. ഇത് നന്നായി ഇളക്കുന്നു. അതിലേക്ക് ചുക്കും ഏലക്കയും കൂടി പൊടിച്ചത് അല്പം ചേർക്കുന്നു. ഈ പാനി ഒരു നൂൽ പരുവമാകുമ്പോഴേക്കും തേങ്ങ ചിരകിയത് ഇതിലേക്കിട്ട് നന്നായി ഇളക്കി ജലാംശം മുഴുവൻ വറ്റിച്ചെടുക്കുന്നു. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചെറുപയർ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു ഡ്രൈ പരുവമാകുമ്പോഴേക്കും അല്പം നെയ്യും ചുക്കും ഏലക്കയും കൂടി പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഇളക്കി മൂടി പൊത്തിവെക്കുന്നു. ഇതിന്റെ ചൂടാറുന്നതിന് മുമ്പ് കയ്യിൽ പിടിക്കാവുന്ന പരുവത്തിൽ ഉരുളകളാക്കി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി അരിപ്പൊടിയും മൈദയും ചേർത്ത് ഒരു മിശ്രിതം തയ്യാറാക്കുകയാണ്.
അതിനായി അല്പം മൈദയും അതിലും കുറച്ച് അരിപ്പൊടിയും അതിലേക്ക് മഞ്ഞൾപ്പൊടി, എള്ള്, അല്പം പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് എന്നിവ തേങ്ങാപ്പാലിൽ ചേർത്ത് മിശ്രിതമാക്കുന്നു. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പയറുണ്ട ഇതിൽ മുക്കി എണ്ണയിലിട്ട് വറുത്തുകോരിയെടുക്കുന്നു. കണ്ടാൽ സുഖേനാണെന്ന് തോന്നുമെങ്കിലും സുഖേനൊന്നും അല്ല കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കർമ്മലയുണ്ട.